ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കല്യാണത്തിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം നമ്മൾ പെട്ടി ഒരുക്കലുണ്ട്. പെട്ടി ഒരുക്കൽ എന്ന് വെച്ചാൽ പെണ്ണിനും ചെക്കനും ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ പെട്ടിയിൽ പാക്ക് ചെയ്ത് വെക്കണം. അതായത് കല്യാണത്തിൻ്റെ അന്ന് വൈകിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാവരും കൂടെ വന്ന് ചെക്കനെയും പെണ്ണിനെയും എല്ലാം അവരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അന്ന് അവിടാണ് തങ്ങുന്നത്. കല്യാണത്തിൻ്റെ അന്ന് അവിടാണ് തങ്ങുന്നത്. പിറ്റേന്നാണ് നമ്മൾ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ 4 ദിവസം വരെയും പെണ്ണിൻ്റെ വീട്ടിലാണ് തങ്ങുന്നത്. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിന് ഇപ്പം പിറ്റേന്ന് തന്നെ എല്ലാവരും കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ അന്ന് അവിടെ നിൽക്കുമ്പം അവർക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനവും നമ്മൾ കൊടുത്തു വിടണം. നമ്മൾ കൊടുത്തു വിടണമെന്ന് വെച്ചാൽ പെണ്ണിനുള്ളതും ചെക്കനുള്ളതും എല്ലാം ഒരു പെട്ടിയിൽ ആക്കി അവർക്ക് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഡ്രസ്സ്, സോപ്പ്, തോർത്ത്, ചീപ്പ്, കണ്ണാടി, കൺമഷി സ്പ്രേ, പിന്നെ എന്താ എല്ലാ സാധനവും അതിന് അവർക്ക് ആ ഒരു നിൽക്കുന്ന ദിവസം എത്ര ദിവസം നിൽക്കണോ അത്രയും ദിവസത്തേക്കിനുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള പെട്ടി പാക്ക് ചെയ്യാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പെണ്ണിനുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യനുള്ളത് അനിയനുള്ളതും കൂടെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. അവനക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ ഉണ്ട്. അപ്പം തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസമാണ് വിളിക്കുന്നത്. വിളിക്കുമ്പം തിരിച്ച് ഇട്ടുകൊണ്ട് വരാനുള്ള ഡ്രസ്സും എല്ലാം കൂടെയാണ് നമ്മൾ പെട്ടിയിൽ പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. അപ്പം ഇവിടുത്തെ ഈ രീതി ഇങ്ങനെയാണ്. അങ്ങനെ എല്ലാ പെട്ടി എല്ലാ സാധനങ്ങളും വെച്ച് പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പം ഇത് ഇനി കല്യാണത്തിൻ്റെ അന്ന് വൈകുന്നേരം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പം അവരുടെ കയ്യിൽ നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എന്ന് വെച്ചാൽ ആ ഫങ്ഷൻ എടുക്കാനുള്ളതാണ്. കല്യാണത്തിൻ്റെ അന്ന് വൈകിട്ട് ഫങ്ഷനുണ്ട്. ആ ഫങ്ഷൻ എടുക്കാനുള്ള സാരിയും ബ്ലൗസുമാണ് ഇത്. അങ്ങനെ അവർ റെഡി ആയിട്ടൊക്കെ വന്ന് ചെറിയൊരു ഹാളിൽ വെച്ചായിരുന്നു ഫങ്ഷനൊക്കെ നടത്തിയത്. ഫങ്ഷൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയതേ ഇല്ല. അതായത് മോളെന്തോ ആണ് കുറച്ച് വീഡിയോസ് എടുത്തത്. അപ്പോൾ വൈകിട്ടായപ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യായിരുന്നു. തലവേദനയും നടുവേദനയൊക്കെ ആയിട്ട് ഒട്ടും വയ്യായിരുന്നു. വീഡിയോ എടുക്കാനും വയ്യ, അവിടെ നിൽക്കാനും പറ്റാത്തൊരവസ്ഥയായിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം നിന്നിട്ട് ഞാനങ്ങ് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസും ഒക്കെ കിട്ടിയതൊക്കെ കൊണ്ടാണ് ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ പെണ്ണിനെയും പയ്യനെയും കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്നു. അപ്പം പോകാനായിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. ഇനി നമ്മൾ പോയിട്ട് പെണ്ണിനെയും പയ്യനെയൊക്കെ കൂട്ടിക്കൊണ്ടിങ്ങ് വരും. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ ചടങ്ങ്. സാധാരണ 4 ദിവസമാണ് ഇരിക്കാറുള്ളത്. ഇപ്പം പിന്നെ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഒരുപാട് ആൾക്കാരെല്ലാം കുറച്ചല്ലേ വരണത്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ കയറാനായിട്ട് പോവുകയാണ്. എല്ലാവരും വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. കല്യാണത്തിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അങ്ങനെ ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരെയും അയൽക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് പോയി പെണ്ണിനെയും പയ്യനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ 2 വണ്ടിയിലുള്ള ആളുണ്ടായിരുന്നു, പിന്നെ ഒരു കാറും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ സുന്ദരനായ പുതിയാപ്പിള നിൽക്കണ്. ഞങ്ങളെ കാത്തങ്ങനെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനേ പറ്റുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ട് വീഡിയോ എടുക്കുമ്പോഴേ. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ നാത്തൂന്, എൻ്റെ ചേട്ടത്തി, എൻ്റെ മോള് എല്ലാവരും കൂടെ ഞങ്ങളങ്ങനെ ഇരിക്കുക.
വന്നുടനെ പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ തന്നു. അതെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കുകയാണ്. അന്നും ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിരുന്നു. അപ്പം എന്താ എല്ലാവരും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ ചോറുമാണ് കഴിച്ചിട്ടോ. കുറേ ദിവസം കൊണ്ട് ഈ ബിരിയാണിയും ഇറച്ചിയുടെയൊക്കെ മണമൊക്കെ അടിച്ചിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചില്ല. എന്താ വെള്ളച്ചോറ് കഴിക്കാമെന്നുള്ള ഇതിൽ നല്ല വെള്ളച്ചോറും എന്താ മീൻകറിയും അവിയലും തോരനും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കും ഇത് കുറേ ദിവസം കൊണ്ടുള്ള ഒരു ഇറച്ചിയുടെ മണമൊക്കെ അടിച്ചിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കും എന്താ പെണ്ണൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം യൂട്യൂബിലേക്ക് ഇടാനാന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ആകപ്പാടെ ഇതായിപ്പോയത്. അങ്ങനെ കുറച്ച് മാത്രമേ അവളെ വീഡിയോ എടുത്തുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ പോകാനായിട്ട് റെഡിയാണ്. അപ്പോൾ പെണ്ണും ഇത് യാത്ര ചോദിക്കുകയാണ്. വീട്ടുകാരുടെ അടുത്തെല്ലാം യാത്ര ചോദിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ കളിയാക്കുന്നുണ്ട്, ഒന്ന് കരഞ്ഞിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ് കരയത്തില്ല, ഞാൻ ഒട്ടും കരയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങുന്നത്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതാ അവർ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീട്ടിലെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.